ഖുർആനിൽ വിശ്വാസികളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യുഖീമൂന അസ്സലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. 5 കാര്യങ്ങളുള്ള ആളുകളാണ് വിശ്വാസികൾ. എന്നിട്ട് പറയാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, യഥാർത്ഥ വിശ്വാസികൾ അവരാണ്. യഥാർത്ഥ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ എന്ന് പറയുന്ന പദവിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അവിടേക്ക് എത്താൻ എന്തെങ്കിലും പോരായ്മകളോ തടസ്സങ്ങളോ ദൗർബല്യങ്ങളോ നമുക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ചില ദിവസങ്ങൾ കൂടി സമയങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ റമദാനിൽ നമ്മൾ എത്തേണ്ട പദവി, ഇത് ബദരീങ്ങളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ബദരീങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോഴാണ് ഈ 5 ഗുണങ്ങളുള്ള ആളുകളായിരുന്നു അവർ. അതുകൊണ്ട് അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, നബിയെ, ഈ ബദറിൽ പങ്കെടുത്ത ആളുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയുന്നത്, അവർ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാണ്. അപ്പം ജിബ്രീൽ അലൈഹിസ്സലാം അതിന് മറുപടി പറയുന്നത്, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ്, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠർ ബദറിൽ പങ്കെടുത്ത മനുഷ്യരാണ്. അപ്പം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളും മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളും ഒന്നിച്ച് നടത്തിയൊരു പോരാട്ടമാണ് ബദർ എന്ന് പറയും. അപ്പം മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആളുകളുടെ ഗുണമാണ് ഇന്നമൽ മുഅ്മിനൂന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അതിൽ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, അല്ലാഹു എന്ന് കേട്ടാൽ അവരുടെ ഹൃദയം പ്രകമ്പിതമാകും. അല്ലാഹ് എന്ന് പറയുമ്പോൾ നെട്ടുന്നതിനെ കുറിച്ചല്ല ഈ പറയണം. നമ്മളെ ഇടപാടുകളിൽ, നിലപാടുകളിൽ, കാഴ്ചപ്പാടുകളിൽ പടച്ച റബ്ബ് ആ കാര്യങ്ങൾ നമ്മളുടെ ഓർമ്മയിൽ വന്നാൽ പിന്നെ നമ്മൾ പടച്ചവനോട് ചായുന്നതിനെ കുറിച്ചാണ് വജിലത്ത് ഖുലൂബുഹും എന്ന് പറയും. ഇപ്പോൾ ബാപ്പ മരിച്ചു സ്വത്ത് ഓഹരി വെക്കണ സമയം വന്നാൽ സ്വത്ത് ഓഹരി വെക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതായി തീരുമാനിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ സൂക്ഷ്മ വശങ്ങൾ വരെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ തെറ്റാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഖുർആൻ വിശദീകരിച്ച് പറയാം. നിസ്കാരത്തിന് എത്ര റക്അത്ത് എന്നൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. കാരണം അതിലൊന്നും തെറ്റിയിട്ട് തമ്മിൽ തല്ലൂല്ലല്ലോ. തമ്മിൽ തല്ലാൻ സാധ്യതയുള്ള കാര്യമാണ് സ്വത്ത് ഓഹരി വെക്കണ സാധനം. അതിനാണ് ഒരു 5-6 പേജാണ് നീക്കി വെച്ചത്. പിന്നെ സാധ്യതയുള്ള മനുഷ്യന് കടം കൊടുത്തിട്ട് തിരിച്ചു തരാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അതിനാണ് ഒരു പേജുള്ള ആയത്തന്നെ ഉണ്ടാക്കി. കാരണം നമ്മുടെ പ്രൊഡ്യൂസർക്ക് അറിയാം എവിടെയാണത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യത ഉള്ളതെന്ന് അറിയാം. അതുകൊണ്ട് അതിനെ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ വാപ്പാക്കത്ര, ഉമ്മാക്കത്ര, സഹോദരനത്ര, മക്കൾക്കത്ര, ആണത്ര, പെണ്ണത്ര എന്നൊക്കെ വളരെ കൃത്യമാണ്. നെസ്സാണ്. നമുക്ക് ഗവേഷണം നടത്താൻ അർഹതയില്ലാത്ത സ്ഥലമാണ് അനന്തരാവകാശം എന്ന് പറയുന്നത്. കാരണം അത്രയും വിശദമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ അനന്തരാവകാശം ഓഹരി വെക്കുന്നതായിട്ട് സഹോദരന്മാർ തമ്മിൽ തർക്കമുണ്ടായാൽ അവിടെ എന്ത് ചെയ്യണം? ഒരാൾ വന്നിട്ട് പറഞ്ഞു, പടച്ചോ എങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വജിലത്ത് ഖുലൂബുഹും, അല്ലാഹു എന്ന് കേട്ടാൽ പിന്നെ തർക്കം എന്ത് ചെയ്തു? അവസാനിപ്പിക്കുക. ഇതിനാണ് വജിലത്ത് ഖുലൂബുഹും എന്ന് പറയും.